ഹായ്, ആർട്ട് ഓഫ് മെന്റലിസത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് മുഹമ്മദ് യാസിനാണ്. അപ്പം മുഹമ്മദ് യാസിനെ എൻ്റെ കയ്യിൽ ഒരു വാലറ്റ് ഉണ്ട്, കണ്ടോ? ഒരു എം ടി ആയിട്ടുള്ളൊരു വാലറ്റാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ശരിക്കും പറയുന്നാൽ ഇതിൻ്റെ അകത്ത് ഇതാ രണ്ട് കഷ്ണം പേപ്പർ ഞാൻ എടുക്കുകയാണ്. ഒരു കഷ്ണം നിങ്ങൾക്ക് തരാണ്. ഇത് സാധാരണ പേപ്പറാണ്, നോക്കിക്കോളൂ. സാധാരണ പേപ്പറാണ്, ഓക്കെ, നോർമൽ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മുഹമ്മദ് യാസിൻ്റെ എം എന്ന ലെറ്റർ ഞാനിവിടെ എഴുതുകയാണ്. ഓക്കെ, എം എന്നൊരു ലെറ്റർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ യാസിൻ്റെ എൻ്റെ സുധീർ എന്നുള്ള പേരിൻ്റെ ഒരു എസ് എന്നൊരു ലെറ്റർ യാസിൻ്റെ അകത്ത് എഴുതാം. ഇവിടെ കുറച്ച് നീങ്ങി എസ് എന്നുള്ള ലെറ്റർ നടുക്ക് എഴുതിക്കോളും. ഓക്കെ, അപ്പോൾ യാസിൻ എസ് എന്നുള്ളൊരു ലെറ്ററും ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു ഓൾറെഡി ഈ വാലറ്റ് എന്താണ്, ഈ വാലറ്റ് ഫുള്ള് എം ടി ആയിട്ടുള്ളൊരു വാലറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ യാസിൻ എഴുതിയ എസ്, എൻ്റെ എസ് എന്നുള്ളത് ഞാൻ ഈ ഒരു വാലറ്റിനുള്ളിലേക്ക് വെക്കുകയാണ്. ഓക്കെ, വാലറ്റിനുള്ളിലേക്ക് ഞാനത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ ആക്ച്വലി ഇത് യാസിന് കൊടുക്കുകയാണ്. ഇങ്ങനെ പിടിച്ചോളും. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എഴുതിയ എം ആണുള്ളത്. ഞാനിവിടെ ഒരു സെറ്റപ്പ് ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാനിതിനെ ഒന്ന് കത്തിച്ച് കളയാൻ പോവാണ്. ഓക്കെ, ഞാനതിനെ കത്തിച്ച് ഹോളാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം യാസിന്റെ കയ്യിൽ ഞാൻ ആക്ച്വലി ഒരു വാലറ്റ് ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് യാസിൻ തന്നെ എഴുതിയ ഒരു സംഭവമായിരുന്നു വെച്ചിരുന്നത്. അതൊന്ന് തുറക്കാമോ? അതൊന്ന് എടുത്ത് നോക്കുമോ? അതൊന്ന് എടുത്ത് കാണിക്കുമോ? എന്താ സംഭവിച്ചത്? അവിടെ കത്തിച്ചപ്പോ ഇത് കത്തി, അവിടെ കത്തിച്ചു നോക്കി ഇത് കത്തി. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ശരിക്കും യാസിന്റെ കിളി പോയിരിക്കുകയാണ്. കത്തിച്ചപ്പോ ഇതിന്റെ അകത്തിരുന്നതും കത്തിപ്പോയി അല്ലേ? അല്ലേ, ആ പേപ്പറും കത്തിപ്പോയി. അപ്പോ ഓക്കെ.